MIT മൂസ എന്നുള്ളൊരു ടെലിസീരീസിൽ കുറേ കാലങ്ങളോളം ആൾക്കാരെ ചിരിപ്പിച്ചൊരു ആളാണ്. അങ്ങനെ ഒരാൾ മലയാളത്തിലെ ഒരു എണ്ണം പറഞ്ഞ കഥാകാരൻ, അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു റിമാർക്കബിളായിട്ടുള്ള കുറേ സിനിമകൾ ചെയ്ത MT വാസുദേവൻ നായരുടെ ആന്തോളജിയിൽ അഭിനയിച്ചപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? അല്ല, എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിന്. ഒന്ന്, പ്രിയൻ സാറിന് ഞങ്ങളുടെ മറിമായം താരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പലപ്പോഴും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതിനു മുമ്പ് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിരുന്നു, രാജകുമാരി എന്ന പേരിൽ ഞാൻ സംവിധാനം ചെയ്തൊരു മ്യൂസിക്കൽ ആൽബം ഉണ്ടായിരുന്നു. ആ മ്യൂസിക്കൽ ആൽബം കണ്ടിട്ട് എന്നെ മോഹൻലാലും പ്രിയദർശൻ സാറൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ പ്രിയൻ സാറിന് എന്നോട് വല്ലാത്തൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പുതിയ സിനിമ വരട്ടെ, നമുക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ഈ സിനിമ വന്നപ്പം എനിക്ക് ക്ഷണം വരുന്നു, ഞാൻ പോയി ചെയ്യുന്നു. അവിടെ ചെന്നപ്പം ഞാനും മീൻകാരനാണ് സിനിമയിൽ. അപ്പോൾ ശരിക്കും എനിക്ക് MIT മൂസയും ഫീൽ ചെയ്തു. MIT മൂസയിൽ ഞാൻ മീൻകാരനായിരുന്നല്ലോ. പക്ഷെ അത് മോഡേൺ മീൻകാരൻ വണ്ടിയിൽ MITയിൽ വരുന്നത്. പക്ഷേ ഇത് പഴയ കാലത്ത് നമ്മളെ തോളിൽ ഈ മുള വെച്ചിട്ട് രണ്ട് ഭാഗത്തും കൊട്ട തൂക്കി പോകുന്ന പഴയകാല മീൻകാരനാണ്. മീൻകാരൻ്റെ ക്യാരക്ടറാണ്. എനിക്ക് പിന്നെ നായികയായ ദുർഗയായിട്ടാണ് കോമ്പിനേഷൻ ഉള്ളത്. മോഹൻലാൽ ഞങ്ങൾ തമ്മിൽ സംസാരം കണ്ടു നിൽക്കുന്ന ഒരു സംഭവമൊക്കെയാണ്. ചെറിയ വേഷമാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണത്. പ്രിയൻ സാർ വളരെ ഭംഗിയായിട്ട് എനിക്ക് ആ സിറ്റുവേഷൻ പറഞ്ഞു തന്നു. സ്ക്രിപ്റ്റൊന്നുമില്ല, എനിക്ക് സിറ്റുവേഷൻ പറഞ്ഞു തന്നു, സ്ക്രിപ്റ്റും പറഞ്ഞു. ഇനിയൊക്കെ വിനോദിൻ്റെ ഐഡിയക്ക് വിനോദ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഐഡിയക്കാണ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞപ്പം പ്രിയൻ സാർ വന്ന് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു, വളരെ നന്നായിട്ട് ചെയ്തു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അത് ഡബ് ചെയ്യാൻ പോയപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു. നല്ല ഒരു എക്സ്പീരിയൻസാണ്. കാരണം MT സാറുടെ ഒരു തിരക്കഥയിലൊക്കെ ഒരു ചെറിയ കഥാപാത്രമാണെങ്കിലും അഭിനയിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കാരണം എൻ്റെയൊക്കെ യൂത്ത് ടൈം, ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിച്ചിരുന്ന കാലത്ത് MTയുടെ കാലം, നാലുകെട്ട് തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് സിനിമകളൊക്കെ കണ്ട് നക്ഷത്രങ്ങളും അതൊക്കെ കണ്ട് ഭയങ്കര എങ്ങനെയെങ്കിലും MTയുടെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് വൈകിയാണെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടി, അത് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു ഗ്രൂപ്പിൽ വരാൻ സാധിച്ചു എന്നുള്ളത് ഈ ഗ്രൂപ്പിൽ വരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് കാണാം. അതെ, അത് വളരെ കാലങ്ങളായിട്ട് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാകാരൻ. ആ കഥാകാരൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഓളവും തീരുമെന്ന ഈ പടം, അത് പഴയ കാലത്തുണ്ടായിരുന്നു. ആ പടം എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എന്നോട് ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ആ സിനിമ കാണാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ എന്നോട് സിനിമ കാണണ്ടെന്നാണ് പറഞ്ഞത്. പഴയ സിനിമയായിട്ട് പുതിയ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല, പുതിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്, ക്യാരക്ടറൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പഴയ സിനിമ ഞാൻ കണ്ടിട്ടില്ല. MT സാർ ഒരുപാട് തവണ കണ്ടു. MT സാറിൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ എന്ന സംഘടനയുണ്ട്. ആ സംഘടന MT സാറിൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ആ സംഘടനയുടെ ഭാഗമായിട്ട് MT സാറിനെ പല പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാനൊക്കെ ആയിട്ട് ഞാൻ പലതവണ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു സിനിമയുടെ ഇൻ്റർവ്യൂ MT സാറിൻ്റെ അടുത്തേക്ക് എന്നെ പരിചയപ്പെടുന്നു. തോപ്പിൽ ബാസി എന്ന KPSCയുടെ ഡയറക്ടറാണ്. അദ്ദേഹവും അച്ഛനും കൂടിയാണ് MT സാറിനെ എന്നെ കൊണ്ട് കാണിക്കുന്നത്. അത് ഞാൻ ഒരു 18-19 വയസ്സുള്ളൊരു സമയത്താണ്. അങ്ങനെ ആ സിനിമയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നു. പക്ഷേ ആ സിനിമയിൽ പിന്നീട് എന്തോ ഒരു സംഭവം നടന്നു, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റാതെ പോയി. അങ്ങനെ ഒരു സങ്കടം ഉണ്ടായി. പിന്നെ അതിന് ശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു അവസരം വന്നപ്പം, അതും ഇത്രയും പ്രസിദ്ധമായൊരു സിനിമ. ഈ വളവും തീരുമെന്ന സിനിമയിൽ ശരിക്കും അഭിനയിക്കുന്നതിൽ 6 പേര് ദേശീയ അംഗീകാരം നേടിയ ആളുകളാണ്. പ്രിയദർശൻ സാറ്, മോഹൻലാൽ, സുരഭി ലക്ഷ്മി, പിന്നെ സന്തോഷ് ശിവൻ തുടങ്ങിയ എല്ലാവരും. അപ്പം അങ്ങനത്തെ ഒരു ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. ഒന്നുമില്ല, കാരണം എനിക്ക് അങ്ങനത്തെ പേടികളില്ല. കാരണം നമ്മൾ മറുമായത്തിലൊക്കെ 750ഓളം കഥാപാത്രങ്ങൾ ചെയ്തൊരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടർ ചെയ്യാനും ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ തിയേറ്ററുണ്ട്. ഞാൻ കുറേ കാലം നാടകം കളിച്ച ആളാണ്. പിന്നീടാണ് ഞാൻ സീരിയലിലേക്കും മറുമായം പോലുള്ള പ്രോഗ്രാമിലേക്കൊക്കെ വരുന്നത്. എനിക്ക് ഒന്നുണ്ട്, MT സാറൊക്കെ പ്രിയൻ സാറൊക്കെ വളരെ കൂളായിട്ട് നിന്നുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇല്ല, പിന്നെ കണ്ടിട്ടില്ല. MT സാറിനെ കണ്ടു എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ലോഞ്ചിങ് സമയത്ത്
സാറിനെ കണ്ടു അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിരുന്നു. എനിക്ക് അങ്ങനെ മൈൻഡ് വന്നു, അങ്ങനത്തെ കഥാപാത്രങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ 30-ാം തീയതി റിലീസാവുന്നൊരു സിനിമയുണ്ട്, കട്ടപ്പാടത്തെ മാന്ത്രികൻ. അതിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്നെ നായകനാക്കിക്കൊണ്ടൊരു 4 സിനിമ ചെയ്യാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. 4 വ്യത്യസ്തമായ വളരെ സീരിയസ് ആയിട്ടുള്ള കഥകളാണ്, ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അതൊക്കെ ചെയ്യാൻ വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കുകയാണ്. താങ്ക് യു. ആവട്ടെ, സന്തോഷം.